നമുക്കൊരു കിടിലൻ കോവക്ക കറി ഉണ്ടാക്കിയാലോ. അതുകൊണ്ട് കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളിയും സവാളയും കൂടെ ചേർത്ത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ എണ്ണയിൽ വാട്ടിയെടുക്കുക. ഇതിനേക്കാൾ കുറച്ചുകൂടെ ആവണം, കുറച്ചുകൂടെ നല്ല പോലെ ഫ്രൈ ആകുന്നത് തന്നെ കുറച്ച് മുൻപുള്ള ഭാഗം വരെ ആക്കുക. പച്ചമുളകൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. അതുപോലെ ഇതിലേക്ക് വേണ്ട അരപ്പ് തേങ്ങയും അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് തേങ്ങയും വറുത്തരച്ച് ആവശ്യത്തിന് ഇതുപോലെ ഉപ്പും ചേർത്ത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് ഒരു നല്ലപോലെ തിളയ്ക്കുന്ന ഭാഗമാകുമ്പോൾ ഇറക്കി വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ വളരെ നന്നായിരിക്കും. പുളി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പുളി കൂടെ പിഴിഞ്ഞൊഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ്, ലൈക്ക് എല്ലാം തരണം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.